ഞങ്ങളുടെ ഈ സൂപ്പർ വുമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഗാർലിക് പേസ്റ്റ് എങ്ങനെ കേടാവാതെ നമുക്ക് ഉണ്ടാക്കി വെക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഏകദേശം 1 കിലോയോളം ഗാർലിക് വാങ്ങിച്ച് തൊലി കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി ഡ്രൈ ആക്കിയതിന് ശേഷം വെച്ചിരിക്കുകയാണ്. ഒരു തുള്ളി പോലും വെള്ളമയം ഉണ്ടാവരുത്. അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ഓരോ പാത്രത്തിലും മിക്സിയുടെ ജാറിലാണെങ്കിലും ഒന്നിലും വെള്ളമയം ഉണ്ടാകാൻ പാടില്ല. സ്പൂണും എല്ലാം നല്ലപോലെ ഡ്രൈ ആയിരിക്കണം. നമുക്കിനി അതിന് വേണ്ടിയിട്ട് ഈ വെളുത്തുള്ളി ഒന്ന് ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം. ആദ്യം നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാടങ്ങ് നിറച്ചിടണ്ട, ഒരു പകുതിയിൽ കൂടുതലൊക്കെ നമുക്കിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഒരുപാടങ്ങ് ആദ്യം അരയ്ക്കണ്ട. ഇത് കണ്ടില്ലേ, ഇതുപോലെ മതി. ഇതുപോലെ ഒന്നായി കിട്ടിയാൽ മതി. എന്നിട്ട് ഇതിനകത്തിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യം നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നാച്ചുറൽ പ്രിസർവേറ്റീവായ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മണമില്ലാത്ത വെളിച്ചെണ്ണ വേണ്ട, അല്ലാതെ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് കനോല ഓയിലാണ്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്നുകൂടെ അടിച്ചെടുക്കാം. ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മുടെ പേസ്റ്റ് റെഡിയായി കഴിയും. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക. ഓക്കെ, എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് കുക്കിംഗ് ആദ്യമായി ചെയ്യുന്നവർക്കൊക്കെ ഇത് വലിയ ഉപകാരപ്രദമായ ഒരു വീഡിയോയാണ്. കണ്ടില്ലേ, നല്ല സ്മൂത്തായിട്ടുള്ള പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ഒട്ടും നനവില്ലാത്ത കണ്ടെയ്നറിൽ വേണം നമ്മളത് പ്രിസർവ് ചെയ്ത് വെക്കാനായിട്ട്. ഇത് ഫ്രീസറിൽ വെക്കുക. എനിക്കിത് 2 പ്രാവശ്യമായിട്ട് അടിച്ചെടുക്കാനുണ്ടായിരുന്നു. എൻ്റെ 2ാമത്തെ കുപ്പിയിലെ ഗാർലിക് പേസ്റ്റും റെഡിയായി കഴിഞ്ഞു. ഗാർലിക്കിന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. കുഞ്ഞുങ്ങൾക്ക് വിരയുടെ അസുഖം, അതുപോലെ ഗ്യാസിൻ്റെ പ്രശ്നത്തിന് ഒക്കെ നല്ലതാണ്. ഒരുപാട്, അതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഒക്കെ ഗാർലിക് ഒരുപാട് നല്ലതാണ്. ഇതുപോലെ നമ്മൾ പേസ്റ്റ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു കറി വെക്കണം തോന്നിയാൽ എളുപ്പം നമുക്ക് ചെന്നെടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. 2 കുപ്പികളിലായിട്ട് ഞാൻ റെഡിയാക്കി കഴിഞ്ഞു. ഇനി ഇത് ഫ്രീസറിൽ സൂക്ഷിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.